ഇന്നലെ നമ്മൾ പിന്നെ പഫ് സ്ലീവ് വെക്കുന്ന ഒരു ബ്ലൗസിൻ്റെ കൈയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മളത് 2 സെൻറ്റിമീറ്റർ 2 ഇഞ്ച് നമ്മൾ നീട്ടിയെടുത്തായിരുന്നു ബ്ലൗസിൻ്റെ കൈ വെട്ടുമ്പോൾ. അപ്പോൾ അതെന്തിനാണെന്ന് ദൈപ്പം നോക്കിക്കോണേ. നമ്മൾ അവിടേക്ക് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇടുക, തീരെ ചെറുതിടാവുള്ളേ, ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൈക്കുഴി കറക്റ്റായിരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം കൈക്കുഴി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കൈക്കുഴി ഈ ഫ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ് അതും കൂടെ വെച്ച് നോക്കണം കൈക്കുഴിയും കൂടെ. എന്നിട്ട് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമുക്കത് നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല പഫ് സ്ലീവായിട്ട് നല്ല പൊങ്ങി നിൽക്കും. എന്നിട്ട് നമ്മളത് ബ്ലൗസിൻ്റെ കയ്യിൽ നമ്മൾ കൂട്ടിച്ചേർക്കുവാണേ. ആ കൈക്കുഴി നമ്മൾ അളന്നിട്ടാണ്, നമ്മൾ കറക്റ്റ് കൈക്കുഴി അളന്നിട്ടാണ് നമ്മളിത് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് കൈക്കുഴി അളവ് അനുസരിച്ച് നമ്മളിവിടെ ചെറിയ മുറിവെടുക്കണം. ചെറിയ മുറിവെടുത്തിട്ട് നമ്മളതിൻ്റെ അറ്റം, അതായത് നമ്മളതിൻ്റെ ഇറക്കവശമില്ലേ, കൈനീളം എത്രയാണെന്ന് നോക്കിയിട്ടുണ്ട്. ഇന്നലത്തെ അളവിനകത്ത് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൈനീളം ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ആദ്യം ഒന്ന് മടക്കണം, വീണ്ടും ഒന്നുകൂടെ മടക്കി നമ്മൾ ആ കൈയും അടിക്കുവാണ്. എന്നിട്ട് വേണം നമ്മളിത് ബ്ലൗസിൽ ചേർത്ത് പിടിക്കാൻ. കൈക്കുഴിയിൽ നമ്മൾ കറക്റ്റായിട്ടിത് വെച്ച് നമ്മൾ അടിച്ച് കഴിയുമ്പോൾ ശരിക്കും നല്ല പൊങ്ങിയിരിക്കുന്ന ഒരു സ്ലീവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകം ഓർക്കണം, ഇത് പാർട്ട് 2 ആണ്. ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ ഇത് കാണാവുള്ളൂ. അത് വെട്ടുന്നതും അത് മാർക്ക് ചെയ്യുന്നതും അതിൻ്റെ അളവും എല്ലാം ഇന്നലത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കണം. ഇനി നിങ്ങൾക്ക് കൈനീളം കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ 1-2 ഇഞ്ച്, ഇപ്പോൾ 10-11 ഇഞ്ചോ അല്ലെ കൈയുടെ ഇറക്കം കൂടുതൽ വേണമെന്നൊരു നമ്മൾ കൂടുതൽ ഇട്ടുകൊണ്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് വെട്ടാവുള്ളൂ കേട്ടോ. ഇപ്പം 10 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് 1 ഇഞ്ചോ നീട്ടി വെട്ടിക്കോണം. കാരണം നമുക്കത് മടക്കി അടിക്കാൻ വേണം. ഇപ്പം ഞാനിവിടെ 9 ഇഞ്ചിൻ്റെയാണ് കൈനീളം വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് മടക്കി അടിച്ചു. അപ്പം മടക്കി അടിച്ചപ്പോൾ കറക്റ്റ് നമുക്ക് പാകത്തിനുള്ള കൈനീളം കിട്ടി. അതുപോലെ തന്നെ നമ്മളിനി കൈയുടെ വണ്ണം, ഞാനിവിടെ 4.5 ഇഞ്ചാണ് കൈവണ്ണം എടുത്ത് അടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൈവണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടി അടിച്ചോണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നമ്മൾ ഫ്ലീറ്റ്സൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ നല്ല വശം അകത്താക്കിക്കൊണ്ടല്ലേ അഴുകു വശത്ത് നമ്മൾ അടിക്കുകയാണ്. അതിൻ്റെ വണ്ണം നമ്മൾ കുറയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കൈക്കുഴിയിലേക്ക് നമ്മൾ അടിച്ച് കറക്റ്റ് 8 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിയിൽ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ അടിച്ച് വരുമ്പോൾ. എന്നിട്ട് നമ്മളത് കയ്യെ പിടിപ്പിക്കുമ്പോൾ, കൈക്കുഴി പിടിപ്പിക്കുമ്പോൾ ആദ്യം നിങ്ങൾക്കറിയാമല്ലോ, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ആ പഫ് വരണം, അല്ലെങ്കിൽ ആ പ്ലീറ്റ്സ് വരണം. എന്നിട്ട് വേണം നമ്മളത് കൂട്ടി യോജിപ്പിക്കാൻ. അവിടെ തൊട്ട് കൂട്ടി യോജിപ്പിച്ച് വരണം. ഒട്ടും കൂടെ കുറയുമൊന്നുമില്ല, കറക്റ്റാണ്. നമ്മളത് കറക്റ്റ് അതിൻ്റെ നൂലും അതൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയായിട്ട് ചേർത്താൽ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസിൻ്റെ കൈ നമുക്കുണ്ടാക്കാം. ഇതിനെ പഫ് സ്ലീവ് എന്ന് പറയും. ഇതിനെക്കുറിച്ച് എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും ചോദിച്ചോ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാവേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിതുപോലെ തയ്യൽ വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കതെല്ലാം കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.